ഒരു സ്വലാത്തിന്റെ മഹത്വത്തെ പറ്റിയിട്ട്. ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് വേദനകളുമായി മനുഷ്യന്മാരാകുന്ന നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത്, അത് ഏത് കോലത്തിലാണെങ്കിലും ആ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത് ഏറ്റവും നല്ല അർത്ഥവത്തായിട്ടുള്ള ഒന്നാണ്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പറ്റാത്ത കോലത്തിലുള്ളതാണ്. ഒരാൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സഹോദരങ്ങളൊക്കെ സുഖമില്ലാതെ കിടക്കുന്ന ആ ഒരു സമയം നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടുന്ന സ്വലാത്താണ് തിബ്ബുസ്വലാത്ത് എന്ന് പറയും. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ഈ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് നമ്മുടെ മക്കൾക്കാണോ, നമ്മുടെ സഹോദരങ്ങൾക്കാണോ, നമ്മുടെ പ്രിയപ്പെട്ടവർക്കാണോ, നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കാണോ, ആർക്കാണ് അങ്ങനത്തെ രോഗങ്ങൾ വരുന്നത് എന്നാൽ ആ രോഗിയായി കിടക്കുന്ന മനുഷ്യനിക്ക് ആ തിബ്ബുൽ സ്വലാത്ത് ഒന്ന് ചൊല്ലിയിട്ട് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തിബ്ബുൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ. കട്ടിലിൽ കിടക്കുന്ന നമ്മുടെ ബാപ്പയാണെങ്കിൽ, കട്ടിലിൽ കിടക്കുന്ന ഉമ്മയാണെങ്കിൽ നമ്മളെല്ലാവരും സങ്കടത്തിന്റെ വഴിയിലാണ്. എന്നാൽ ഒരറ്റത്തു മാറിയിരുന്ന് തിബ്ബുസ്വലാത്ത് ചൊല്ലിയാൽ അത് ജീവിതത്തിൽ ഏറ്റവും നല്ല ഗുണം ചെയ്യുന്നതാണ്. അത് ഹബീബിന്റെ പേരിലുള്ള സ്വലാത്താ. അത് ഏറ്റവും നല്ല വൈദ്യനാണ്, അത് ഏറ്റവും നല്ല വൈദ്യമാണ്. ഏറ്റവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ കൊണ്ട് ചൊല്ലാൻ പറ്റും, പക്ഷെ ചെല്ലാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ നമ്മളെ കൊണ്ട് ചെല്ലാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് നല്ല മനസ്സോടുകൂടിയിട്ട് ചൊല്ലാമോ. അതുമാത്രമല്ല, തിബ്ബുസ്വലാത്തിന് മുമ്പ് ഒരു 7 തവണ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതണം. എന്തിനാണ് സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത്? സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ അത് രോഗത്തിന് ശിഫാണ്. സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹയ്ക്കൊരു പേരുണ്ട്, ഷിഫ എന്ന്. രോഗം ശമിപ്പിക്കാൻ സൂറത്തുൽ ഫാത്തിഹക്ക് കഴിയും. രോഗം ശമിപ്പിക്കാൻ സൂറത്തുൽ ഫാത്തിഹക്ക് കഴിയും. ഏത് വലിയ രോഗമാണെങ്കിലും അള്ളാന്റെ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ ഓതിയെന്ന മന്ത്രിക്ക്. എന്നാ നമ്മുടെ സങ്കടങ്ങൾ മാറിയല്ലോ, നമ്മുടെ പ്രയാസങ്ങൾ മാറിയല്ലോ, നമ്മുടെ വിഷമങ്ങൾ മാറിയല്ലോ. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ നിങ്ങളൊന്ന് ഓതിയാൽ അൽഹംദുലില്ലാഹ്, അത് ജീവിതത്തിൽ ഏറ്റവും നല്ല അമൂല്യമായ മുത്താണ്. കിടക്കുന്ന രോഗിയുടെ അരികത്തിരുന്നിട്ട് നെറ്റിത്തടത്തിൽ ഇങ്ങനെ കൈവച്ച് 7 തവണ സൂറത്തുൽ ഫാത്തിഹ ഒന്ന് ഓതിക്കൊടുക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, അത് ജീവിതത്തിന് ഏറ്റവും നല്ല സന്തോഷമാണ്. സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹ ഓതിയിട്ട് ഷിഫിയാ അല്ലാഹ്, അല്ലാഹുവേ നീ ഒന്ന് ശിഫാ ചെയ്യണേ എന്റെ ഉമ്മയുടെ, എന്റെ ബാപ്പയുടെ, എന്റെ പ്രിയപ്പെട്ടവരുടെ, എന്റെ ബന്ധുമിത്രാദികളുടെ രോഗത്തിന് പടച്ചോനെ നീ എത്രയും പെട്ടെന്ന് ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. 7 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചൊല്ലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദുനാ മുഹമ്മദ് തിബ്ബുൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആ ഒരു സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലൂടെ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ അത് ഏറ്റവും നല്ല അത്യുത്തമമായിട്ടുള്ള മരുന്നാണ്.
ഏറ്റവും നല്ല ഔഷധമാണ്, ഏറ്റവും നല്ല അമൂല്യമായിട്ടുള്ള മുത്താണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് കഷ്ടപ്പാടുകൾ, അതെല്ലാം മാറണോ? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തിബ്ബുൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തുൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വലിയാഇഹാ. ചൊല്ലിടുന്ന സ്വലാത്തിനാലെ നീ അറിഞ്ഞാൽ പിന്നെ അത്ഭുതം ഗുണമേന്മയാൽ നിറഞ്ഞിടുന്നു പൊന്നെ. കൽബകം നിറയുന്ന വേദന നിന്നിലെന്നാൽ തന്നെ ഖൈറുൽ വറാ മുസ്തഫ നബി തങ്ങളും മൊഴിഞ്ഞേ. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട്? രോഗിയായി കിടക്കുന്നവർ, സങ്കടത്തിൽ കഴിയുന്നവർ, വിഷമത്തിൽ കഴിയുന്നവർ, എത്രയോ ആളുകളുണ്ട്. അവരുടെ എല്ലാം വേദന മാറാൻ ഏറ്റവും ഔഷധമായ ഒന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ തന്നെ പരിശുദ്ധമായ തിബ്ബുസ്വലാത്തും. ഈ രണ്ടും നമ്മൾ ചൊല്ലിയാൽ ജീവിതത്തിൽ ഏറ്റവും നല്ല അർത്ഥമാണ്. ജീവിതത്തിൽ രോഗമായി കിടക്കുന്നവരാണോ അവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ ചെയ്യുന്നതാണ്. നമുക്കത് ചൊല്ലാനുള്ള സമയമില്ല, വേറൊരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവാൻ. എന്നാ ഇതൊന്ന് ചൊല്ലി നോക്ക്, അത്ഭുതങ്ങളുടെ കലവറയാ നമുക്ക് സംഭവിക്കുന്നത്. അല്ലാഹു അതിന് തൗഫീക്ക് തരട്ടെ. അല്ലാഹു ഇത് ചൊല്ലാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അല്ലാഹു തൗഫീക്ക് തരട്ടെ. അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സന്തോഷവും ബറക്കത്തും നൽകട്ടെ. സഹോദരങ്ങളെ, മദീന കാണാനിരിക്കുന്നവരും മദീനത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും എന്റെ കൂടെ നമ്മുടെ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലണം. അല്ലാഹു നമ്മളെല്ലാവരെയും ആ പുണ്യമായ മദീനത്ത് അല്ലാഹു നമ്മളെ എത്തിപ്പിക്കട്ടെ. എല്ലാവരും ചൊല്ലിക്കോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കത്തോദിത്ത റസൂലേ പൂന്തിങ്കൾ നബിയേ ഹബീബേ ചൊല്ല് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലേ കരുണ കടലോരേ മുത്തുനബി ഷഫീഉൽ ഉമ്മ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്ദ്യരാം അബ്ദുള്ള പുത്രൻ മഹദിയാം ആമീന മോനെ ചൊല്ലു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറ വൻസാഫനാളിൽ ഉമ്മത്തി എന്നോരത്തോരേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ല് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കൾ മോഹിച്ച നേരം
പുഞ്ചിരി തൂകിയ മുല്ലേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളിൽ വന്ന റസൂലേ പുണ്യപൂമാന ഹബീബേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി റഹ്മത്തുൽ ആലമീൻ ത്വാഹ ചൊരിയണം ഞങ്ങളിൽ റാഹ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ നബി സലാം അലൈക്കും പിന്നെ സലാം വന്ധ്യ സഹബോർക്കോ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.